സ്വഹീഹ് മുസ്ലിമാണ് എന്റെ കയ്യിൽ. ഈ സ്വഹീഹ് മുസ്ലിമിലുള്ള ഏറ്റവും പ്രസിദ്ധമായ ഹദീസാണ് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയെ, സ്വർഗം മാത്രം പോരാ, സ്വർഗത്തിലെ ഉന്നത പദവി വേണം. കാരണം എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉന്നത സ്ഥാനത്താണ്. ഞാൻ എന്റെ മൗലവിയോട് ചോദിക്കുന്നു, ഇതിന് നിങ്ങൾക്ക് ഈ പറഞ്ഞ ന്യായമാണെങ്കിൽ അതെന്തേ തോട്ടുമുഖത്തുനിന്ന് പറയാതിരുന്നത്? അവിടെ തൊബ്രാനി ഇമാമിന്റെ ഹദീസ് വായിക്കുന്നത് ഇത് നിങ്ങൾക്ക് പറ്റാത്തത് കൊണ്ടല്ലേ? എങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക. ഞാൻ ചോദിക്കുന്നു, എന്താ ചോദ്യം എന്നറിയോ? നബി തങ്ങളോട്, നബിയെ, അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ എനിക്കൊരു സീറ്റ് തരണം എന്ന് ചോദിക്കാൻ പറ്റുമെന്നാണോ പറ്റില്ല എന്നാണോ മുജാഹിദ് പറയുന്നത്? അതല്ലേ മഹാനായ റബീ തങ്ങൾ ചോദിച്ചത്? അസ്അലുക, നിന്നോട് നബിയെ നിങ്ങളോട് ചോദിക്കുന്നു, മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയോടൊപ്പം ഉന്നത സ്ഥാനം ചോദിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, അങ്ങനെ നബിനോട് പറയാൻ പറ്റുമല്ലേ? എങ്ങനെ? അതാ നബിയെ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അങ്ങനെ ചോദിച്ചിട്ടില്ല, ദ്വാരക്കാനേ പറഞ്ഞിട്ടുള്ളൂ എന്ന് തെളിയിക്കാനാ നിങ്ങൾ തൊബ്രാനിയുടെ ഹദീസ് എടുത്തത്. അതുപോലും മറന്നുപോയോ? എന്താണ് ഇങ്ങനെ ഈ തുടക്കത്തിൽ തന്നെ പോയത്തം പറഞ്ഞ് ഈ പ്രസ്ഥാനത്തിൽ കുടുങ്ങണോ? ഇങ്ങോട്ട് പോന്നാ പോരെ, ഈ അടങ്ങാറൊക്കെ ഉണ്ടാക്കണോ? അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗം മാത്രം പോരാ, സ്വർഗത്തിലെ ഉന്നത പദവി വേണമെന്ന് റബിയ ചോദിച്ചത്. ഏറ്റവും സഹീഹായ ഹദീസ് സ്വഹീഹ് മുസ്ലിം. ഇതിനെ ബാത്തിലാക്കാനാണ് നിങ്ങൾ തൊബ്രാനി വായിച്ചത്. ഇത് നിങ്ങൾക്കെതിരല്ലെങ്കിൽ പിന്നെ തൊബ്രാനി വായിക്കണോ? തൊബ്രാനി വായിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്, തൊബ്രാനിയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസ് സ്വഹീഹാണോ? അപ്പൊ മുറാഫഖതക ഫിൽ ജന്ന എന്ന് നബിയോട് ചോദിക്കാൻ പറ്റോ ഇല്ലേ? അത് നിങ്ങളൊന്ന് വ്യക്തമാക്കണം. പറ്റുമെങ്കിൽ ഈ റിപ്പോർട്ട് ഇങ്ങനെയാണ്, അവിടെ ദ്വാരക്കാനേ പറഞ്ഞിട്ടുള്ളൂ എന്ന് നിങ്ങൾ ഉരുണ്ടു പറയേണ്ട കാര്യമുണ്ടായിരുന്നോ? അത് നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് ചോദിച്ചത്. കുഴപ്പമില്ല, അത് സ്വർഗത്തിലെ ഉന്നത പദവിയാണ്, അത് ചോദിക്കാമല്ലോ. ഇപ്പൊ എന്തായി? സ്വർഗം മാത്രമല്ല, സ്വർഗത്തിലെ ഉന്നത സീറ്റ് ചോദിക്കാമെന്ന് വരെ വ്യംഗ്യമായി മൗലവി സമ്മതിച്ചിരിക്കുന്നു. അതാണ് ഇതിന്റെ വിജയം.